ഹായ് എവരിവൺ, എവർക്കും ട്രാപ്റ്റർ മെല്ലിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തീയതി 11 സെപ്റ്റംബർ 2024. ഓക്കെ, ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് ഒരു ഗ്യാപ് ഡൗൺ തന്നതിന് ശേഷം ഒരു സ്ട്രോങ് അപ്സൈഡ് മൂവ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഏത് ലെവലിലാണ് നിൽക്കുന്നത് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഫ്യൂച്ചർ ചാർട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഏകദേശം 51,450 ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് സോണായിട്ട് നേരത്തെ ആക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഓൾറെഡി മാർക്ക് ചെയ്തു. ഇപ്പോൾ മാർക്കറ്റ് ലാസ്റ്റ് ഡേയിൽ ഒരു സൈഡ് വേസ് പ്ലസ് ഒരു അപ്പ് സൈഡ് മൂവ്, ഒരു വൺ സൈഡ് താഴത്തുനിന്ന് മുകളിലോട്ടൊരു റിക്കവറി മാർക്കറ്റ് നടത്തി. അത് എക്സാക്റ്റ് റെസിസ്റ്റൻസിൽ നിന്ന് സെല്ല് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ റെസിസ്റ്റൻസിൽ നിന്ന് സെല്ലിങ് വന്നത് ഒരല്പം സ്ട്രോങ് ആയിട്ടുള്ള സെല്ലിംഗ് ആണ് വന്നിരിക്കുന്നത്. അതായത് ഈ വന്ന സെല്ലിങ് താഴത്തോട്ട് വന്നപ്പോൾ അത് മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ അത് വോളിയത്തോടു കൂടി നോക്കിയാൽ മനസ്സിലാകാം നിങ്ങൾക്ക്. വോളിയം നോക്കിയാൽ റൈസിങ് ആണ്. ഓക്കെ, അപ്പോൾ റൈസിങ് വോളിയത്തോടെ എക്സാക്റ്റ് ഒരു റെസിസ്റ്റൻസിന് സെല്ല് ചെയ്താണ്. അപ്പോൾ സംതിങ് ഈ ഏരിയയിൽ എവിടെയോ ഒരു ബിഗ് പ്ലെയേഴ്സ് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഏരിയയിൽ നിന്ന് മൂവ് കണ്ട് മുകളിലോട്ട് അവിടെയും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകാം. ഇവിടെ ഈ വന്ന വീക്ക് സെല്ലേഴ്സ് ആയിരുന്നു ഇതിന് മുകളിൽ. ഈ മുകളിൽ വീക്ക് സെല്ലേഴ്സിൻ്റെ വോളിയം നോക്കുക, വോളിയം തീർത്തും വീക്കായി. ഇവിടെ എന്ത് ചെയ്തു? ഇവിടെ ബയേഴ്സ് ഓവർകം ഇവരെ ചെയ്തു. പക്ഷേ എക്സാക്റ്റ് റെസിസ്റ്റൻസിലെത്തിയതും ടച്ച് ചെയ്തു. ഇപ്പോൾ സൈഡ് വേസ് മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് എക്സാക്റ്റ് റെസിസ്റ്റൻസിലെത്തുമ്പോൾ സെല്ല് ചെയ്യുക, എക്സാക്റ്റ് സപ്പോർട്ടിലെത്തുമ്പം ബൈ ചെയ്യുക. ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ടാണ് മാക്സിമം സൈഡ് വൈസ് മാർക്കറ്റിൽ റേഞ്ച് ബോണ്ട് മാർക്കറ്റിനകത്തൊക്കെ നടക്കുക. മാർക്കറ്റ് കണ്ടിന്യൂ കുറേ ദിവസമായിട്ട് റേഞ്ച് ബോണ്ടിനകത്താണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി നോക്കുകയാണെങ്കിൽ നമ്മളൊരു അപ്പ് സൈഡിലോട്ടൊരു മൂവ് തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പ് സൈഡിലോട്ട് മൂവാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ അതിന് നമുക്ക് കുറച്ച് കൺഫർമേഷൻസ് വേണം. എന്താണെന്ന് വെച്ച് നോക്കിയാൽ ഇപ്പോൾ ഈ വന്ന സെല്ലിങ് എക്സാക്റ്റ് റെസിസ്റ്റൻസ് വന്ന സെല്ലിങ്ങിനകത്തും വോളിയം കൂടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം ഈ വന്നതിനകത്തും ഒരല്പം വോളിയം ഈ ഏരിയയിലുണ്ട്. ബട്ട് ഈ വന്ന ബൈ സൈഡിലോട്ടുള്ള മൂവിനകത്തും വോളിയം വന്നിട്ടുണ്ട്. സോ ബോത്ത് പ്ലേയേഴ്സ് ഈ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നൊരു ഡിസിഷൻ ക്ലിയർ ചെയ്യട്ടെ, ഇവർ എങ്ങോട്ട് മൂവ് ആകുന്നത്. രണ്ട് പ്ലേയേഴ്സ് സ്ട്രോങ് ആയിട്ടുണ്ട്. അതായത് ബൈ ചെയ്തവരായാലും സെല്ല് ചെയ്തവരായാലും മാർക്കറ്റിൽ സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഏരിയ നിന്ന് സെല്ല് ചെയ്ത് ഇങ്ങനെ ഒന്ന് വീക്ക്, അപ്പോൾ ഇവിടെ നിന്ന് വോളിയം ഡിക്ലൈൻ ആകുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് സെല്ലിംഗ് ആയി. ഈ ഏരിയയിൽ കുറച്ച് നേരം കൂടി ഒന്ന് ടൈം പാസ് ചെയ്ത് താഴത്തോട്ട് പോകുന്ന പോലെ കാണിക്കുന്നു. പക്ഷേ മാർക്കറ്റ് താഴത്തോട്ട് പോകുന്നില്ല എങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ ഒരു ഏരിയയിൽ നിന്ന് ബൈ ചെയ്ത് മുകളിലോട്ട് പോകും. അതിനൊരു പ്രത്യേക സിനാരിയോ, എന്തെങ്കിലും ചാർട്ട് പാറ്റേണോ, എന്തെങ്കിലും ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഡൗണോ, എന്തെങ്കിലും ഒരു സിനാരിയോ ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഏരിയയിലോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് സ്റ്റോപ്പ് ലോസ് ഹാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ ഏരിയയിൽ നിന്ന് ബൈ ചെയ്യുന്നതായിരിക്കും മുകളിലോട്ട്. ഓക്കെ, ഇത് ലിക്വിഡിറ്റി ബേസ്ഡ് ട്രേഡിംഗ് ആണ്. അപ്പോൾ ട്രേഡിങ്ങിൻ്റെ ഒരു അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. നമുക്കിവിടെ നിന്നൊരു ട്രേഡിങ്ങിന് പ്ലാൻ ചെയ്യാണ്. നിങ്ങൾക്ക് നോക്കിയാൽ ഇപ്പം മനസ്സിലാകാം. വോളിയം നോക്കുക, ഡിക്ലൈനായി വരുന്നുണ്ട്. മാർക്കറ്റ് മുകളിലോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. എക്സാക്റ്റ് ആ സപ്പോർട്ടിൽ ബൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ചാർട്ട് പാറ്റേൺ പോലെ കാണിക്കുന്നുണ്ട്. ചെറിയൊരു ട്രെൻഡ് ലൈൻ അല്ലെങ്കിൽ ചാനൽ പോലെ. മാർക്കറ്റ് ഒരു അല്പം ഇങ്ങോട്ട് നിന്നുണ്ട്. ഒന്ന് താഴത്ത് വരാനോ അല്ലെങ്കിൽ ഒന്ന് നേരിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യണേ മേ ബി ഇതിന് മുകളിൽ ഈ ഏരിയ ഞാൻ ഇവിടെ നിന്ന് നേരിട്ട് ബൈ ചെയ്തില്ല. ബിക്കോസ് ഈ ഒരു സപ്പോർട്ട്, ഈ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ മാർക്കറ്റ് ക്വിക്കായിട്ടൊന്ന് താഴത്ത് കറക്ഷൻ ചെയ്യാൻ സാധ്യതയുണ്ട് നേരിട്ട് പോയി കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഒരു 3-4 ക്യാൻഡിൽ ഈ ഏരിയയിൽ തന്നെ നിൽക്കുകയാണെങ്കിൽ, ഒരു 4-5-10 ക്യാൻഡിലേക്ക് ഈ ഏരിയയിൽ അല്ല 3 മണിക്കൂർ കൂടി ഈ ഏരിയ തന്നെ നിൽക്കുകയാണെങ്കിൽ ഇവിടെ നിന്നൊന്ന് പുഷ് ചെയ്യും താഴത്തോട്ട്. ഇങ്ങനെ പുഷ് ചെയ്യാൻ സാധ്യതയാണ്. നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിക്ലൈൻ ആണ് വോളിയം. ഇത്രയും വലിയ ക്യാൻഡിൽസ് ആയിരുന്നു. അതിനുശേഷം നോക്കിയാൽ സീക്വൻസിൽ മാർക്കറ്റ് വോളിയം ഡിക്ലൈൻ ആവുന്നുണ്ട് ഇപ്പോൾ ഈ ഏരിയയിൽ. അപ്പം ബിഗ് പ്ലേയേഴ്സ് എത്തിയിട്ടില്ല, റീറ്റെയിലേഴ്സ് വന്നിട്ടുണ്ട് ഈ ഏരിയയിൽ. അത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ റീറ്റെയിലേഴ്സിനെ അവരൊന്ന് റിമൂവ് ചെയ്തതിനു ശേഷം മുകളിലോട്ട്. അപ്പം നമുക്ക് ആ റിമൂവ് ചെയ്യുന്ന മൂവ് എങ്ങനെ നമുക്ക് എടുക്കാം? അതിനുവേണ്ടി നമ്മൾ സീറോയുടെ കണ്ടോ, ഞാൻ നെക്സ്റ്റ് വീക്ക്, പിന്നെ എക്സ്പയറി ആണ്. ഓക്കെ, 50,900 നെക്സ്റ്റ് വീക്കിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഇത് ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ ഇതിന് താഴെ ഇതിനെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്ത്, അപ്പോൾ ഈ ഒരു ഏരിയയിൽ നമുക്ക് എൻട്രി എടുക്കാൻ പ്ലാൻ ചെയ്യാം. മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യണേ, പെട്ടെന്ന് പ്രീമിയം തൊട്ടൊന്ന് സ്പൈക്ക് ചെയ്യാൻ താഴത്തോട്ട്. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഏരിയയിലാണ്, ഏകദേശം 517, ഓക്കെ, 520 റേഞ്ചിൽ. അപ്പോൾ നമ്മൾ 517 എൻട്രി പ്ലാൻ ഇട്ടേക്കാം. ഓക്കെ, ബൈ സൈഡിലോട്ടാണ്. ഓക്കെ, ഇപ്പോൾ മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ച് ഞാൻ ബൈ സൈഡിലോട്ടൊരു വലിയൊരു താല്പര്യം കാണിക്കുന്നില്ല. ഫുൾ ക്വാണ്ടിറ്റി എടുക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ 75 ക്വാണ്ടിറ്റി എടുക്കുന്നുള്ളൂ. ലിമിറ്റ് പ്രൈസ്
517. ഓക്കെ, 517. അപ്പോൾ ഈ ഏരിയയിൽ പെട്ടെന്നൊന്ന് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. നമുക്ക് എത്രയും മാർജിൻ ആവുന്നതെന്ന് നോക്കാം. നമുക്ക് ഏകദേശം 38,000. ഓക്കെ, 38,000, 39,000-ൻ്റെ പൈസയാണ് നമുക്ക് ആകുന്നത്. ഇതിനകത്ത് നമുക്ക് നോക്കാം. ഇനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാർക്കറ്റ് ഈ ഏരിയ ഒന്ന് ടൈം പാസ് ചെയ്തിട്ട് കണ്ടോ, ഇതൊരു സപ്പോർട്ടാണ്, ഇതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ടൈം പാസ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പ്രീമിയം ഒന്ന് താഴത്തോട്ടൊന്ന് സ്പൈക്ക് ചെയ്യും. ആ സ്പൈക്കിൽ മേ ബി നല്ലൊരു പുഷ് താഴത്തോട്ട് വരാൻ നേരത്ത് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് എൻട്രി കിട്ടിയ സ്ലോ ആൻഡ് സ്റ്റഡി മാർക്കറ്റ് പിന്നെ മുകളിലോട്ട് പോകാനാണ് സാധ്യത കൂടുതൽ. പിന്നെ അത് കാണിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചാർട്ടിനകത്ത് നോക്കിയാൽ മനസ്സിലാക്കാം. കണ്ടോ, ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. അപ്പോൾ ഇതൊരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് സോണാണ്. അപ്പോൾ ഈ ഏരിയയിൽ മാർക്കറ്റ് വരുന്നു, താഴത്തോട്ട് പോരുന്നു, അതിനുശേഷം മാർക്കറ്റ് പോകുന്നു, സപ്പോർട്ട് എടുക്കുന്ന പോലെ കാണിക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ട് മുകളിലോട്ട്, പക്ഷേ അങ്ങനെയുള്ള ബ്രേക്ക് ഔട്ട് ഞാൻ എൻട്രി എടുക്കില്ല, ബിക്കോസ് അത് ഫെയിൽ ആകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇന്നലത്തെ ഹൈക്ക് മുകളിലൊക്കെ പോകുന്നിടത്ത് താഴത്തോട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ അത് നേരിട്ട് ഇതിനെ ബ്രേക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് എൻട്രി എടുക്കുള്ളൂ. ബട്ട് ഈ ഏരിയ ഒന്ന് ടൈം ഈ ഒരു സോണിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് താഴത്തോട്ടാൻ സാധ്യതയുണ്ട്, ബിക്കോസ് ഇവിടെ സെൽ സൈഡിൽ വോളിയം തീർത്തും ഡിക്ലൈൻ ആവുന്നുണ്ട്. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ബയേഴ്സ് ഇവരെ ഓവർകം ചെയ്യാം. ബട്ട് ഞാൻ നേരിട്ട് ഇവരെ ഓവർകം ചെയ്യുന്നതിൽ എൻട്രി എടുക്കത്തില്ല. ഒരല്പം കൂടി ടൈം പാസ് ചെയ്തിട്ട് ഒരു 10:45, 11 മണിക്ക് അടുപ്പിച്ച് ഒരു എൻട്രി കിട്ടുകയാണെങ്കിൽ ഓക്കെ. ഈ ഒരു സോണിനൊന്ന് സ്പൈക്ക് ചെയ്ത് പ്രീമിയത്തിൽ താഴത്തോട്ടൊന്ന് സ്പൈക്ക് ചെയ്യും. അപ്പോൾ അവിടെ നമുക്കൂടെ ഒരു എൻട്രി കിട്ടി മുകളിലോട്ട് എടുക്കുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ പ്ലാൻ ചെയ്ത പോലെ തന്നെ മാർക്കറ്റ് ഈ ഒരു സഡൻ മൂവ് തരികയും ചെയ്തു. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സഡൻ മൂവ് ബോത്ത് സൈഡിൽ, രണ്ട് സൈഡിലോട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഈ മൂവൊക്കെ നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും? നമുക്ക് ആദ്യമത്തെ വോളിയത്തിലൂടെ തന്നെ മനസ്സിലായി ഇവിടെ വന്നത് വീക്കായിട്ടുള്ള സെല്ലേഴ്സാണ്. അവരൊന്ന് റിക്കവർ ചെയ്യാൻ സാധ്യത, അവരൊന്ന് അവരെ എസ് ഹണ്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു മൂവാണ്. ഇതൊരു സപ്പോർട്ട് സോണാണ്. അപ്പോൾ സപ്പോർട്ട് സോണിൽ നിന്നൊരു സ്പൈക്ക് മുകളിലോട്ടുണ്ടാവും. ഓക്കെ, ആ സ്പൈക്ക് താഴത്തോട്ട് ഒരു ചെറിയൊരു ബ്രേക്ക് ഡൗൺ പോലെ താഴത്തോട്ട് കാണിച്ചിരുന്ന ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തതിനെ മുകളിലോട്ട്. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എക്സാക്റ്റ് പ്രീവിയസ് ഡേ ഇന്നലത്തെ ഹൈ റെസിസ്റ്റൻസിന് മുകളിലോട്ട് വലിയൊരു വോളിയത്തോടുകൂടി ബ്രേക്ക് ചെയ്ത് ഞാൻ ഇതിന് മുകളിൽ ഒരു ഫ്രഷ് ഉണ്ട്, ഒരു അല്പം കൂടി മുകളിലോട്ട് മാർക്കറ്റ് ഒരു അല്പം കൂടി പുഷ് ചെയ്താലെന്ന് ഓർത്ത് മുകളിലോട്ട് ഒരു എൻട്രി ഇട്ടിരുന്നു. ബട്ട് എൻട്രി കിട്ടിയില്ല, നേരെ താഴത്തോട്ട് വന്നു. അതിനുശേഷം മാർക്കറ്റ് എക്സാക്റ്റ് തിരിച്ച സപ്പോർട്ട് സോണിൽ നിന്ന് പിന്നെയും മുകളിലോട്ട് ബൈ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ഷോർട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. നമുക്ക് ഷോർട്ട് ചെയ്യാനായിട്ട് ഞാൻ 51,800 ഓക്കെ 51,800 ഇപ്പോൾ ഏകദേശം 90 ക്വാണ്ടിറ്റി മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഓക്കെ, 90 ക്വാണ്ടിറ്റി മാത്രമേ എടുക്കുന്നുള്ളൂ. ബിക്കോസ് മാർക്കറ്റിന് സപ്പോർട്ട് ഇപ്പോൾ ഈ കാണുന്നൊരു റേഞ്ചിൽ നിന്നൊന്നും മൂവ് ആകാൻ സാധ്യതയുണ്ട്. മാർക്കറ്റ് പ്രൈസിൽ നിയർലി ഇപ്പോൾ നിൽക്കുന്ന 643 ഓക്കെ, നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഇതിന് നമുക്ക് ഇവിടെ നിന്ന് ബൈ ചെയ്യാം. ഓക്കെ, ബൈ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. മനസ്സിലായോ? ഞാനിപ്പോൾ എൻ്റെ 90 ക്വാണ്ടിറ്റി എടുത്തുള്ളൂ. ബാക്കി ബാലൻസ് ക്വാണ്ടിറ്റി ഞാൻ മൈബി മാർക്കറ്റ് ഒന്ന് പുഷ് ചെയ്യണേ, ഒന്ന് മേലിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്യണം. ഞാൻ ഇവിടുന്ന് ഈ ഏരിയയിൽ നിന്ന് പിന്നെ ഷോർട്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന് വലിയ റീസൺ ഞാൻ ഒന്ന് പറഞ്ഞു തന്നിരുന്നത്. മാർക്കറ്റ് ഈ ഒരു വോളിയത്തിൽ, ഓക്കെ, ഈ വോളിയത്തിൽ ഞാൻ മുകളിലോട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തിരുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് തന്നെ മൂവ് ആകുന്നു. പക്ഷേ അത് മൂവ് ആകേണ്ട എങ്ങനെയാണ്? ഈ എക്സാക്റ്റ് സപ്പോർട്ടിൽ, അതായത് ഇതിപ്പോൾ ആദ്യത്തെ ഡേ ഹൈ അല്ലേ, ഇത് ഇന്നത്തെ പ്രീവിയസ് ഡേ ക്ലോസ്. ഓക്കെ, ഇത് പ്രീവിയസ് ഡേ ക്ലോസ്, ഇത് ആദ്യത്തെ മാർക്കറ്റ് ഓപ്പണിംഗ്. മാർക്കറ്റ് താഴത്തോട്ട് വരുന്നു, വോളിയം ഡിക്ലൈനായി വരുന്നു. പക്ഷേ സഡനായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ പ്രീവിയസ് ഡേ ക്ലോസിൻ്റെ ഡേ ഹൈനെല്ലാം ബ്രേക്ക് ചെയ്താൽ നിൽക്കുന്നത്. പിന്നെ തിരിച്ച് താഴത്ത് വരുന്ന പോലെയാണ് സപ്പോർട്ട് എടുക്കുന്നു. അതായത് അപ്പോൾ ഈ സപ്പോർട്ടിനെ ബേസ് ചെയ്ത് റീറ്റെയിലേഴ്സ് നിറയെ വന്നിട്ടുണ്ട്. അപ്പോൾ റീറ്റെയിലേഴ്സിൻ്റെ ഫേവറിൽ മാർക്കറ്റ് മൂവ് ആവുകയാണ്. റീറ്റെയിലേഴ്സിൻ്റെ ഫേവറിൽ മാർക്കറ്റ് മൂവ് ആവുകയാണ്. അതിനർത്ഥം എന്താണ്? റീറ്റെയിലേഴ്സിനെ കൊണ്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. സോ ഇങ്ങനെ സാഹചര്യങ്ങളിൽ ഇന്നലത്തെ ഹൈ ഈ ഏരിയയിലുണ്ട്. അപ്പോൾ ഈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ഇത് റെസിസ്റ്റൻസ് അല്ല, അത് മേ ബി ആക്ട് ആസ് സപ്പോർട്ടായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ആക്ട് ചെയ്ത് ഒന്നുകൂടി പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാർക്കറ്റിന് പെട്ടെന്ന് തന്നെ താഴ്ത്ത് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പെട്ടെന്ന് തന്നെ താഴ്ത്ത് വന്നു. പക്ഷേ അതിനകത്ത് വോളിയം ഒരല്പം ഏരിയയിൽ ഡിക്ലൈനാണ്. പക്ഷേ അത് കണ്ട അത് പിന്നെയും ആ സപ്പോർട്ടിലെത്തി പിന്നെയും മാർക്കറ്റ് മുകളിലോട്ട് പോകുന്ന പോലെ കാണിക്കുന്നത്. സോ അപ്പോൾ ഈ ഏരിയയിൽ എവിടെയോ ബിഗ് പ്ലേയേഴ്സ് എത്തിയിട്ടുണ്ട്. ബട്ട് അവർ പിന്നെയും പ്ലാൻ ചെയ്യണം, വലിയൊരു മൂവിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യണം. സോ മാർക്കറ്റിൽ നിന്ന് കുറച്ചൊന്ന് സൈഡ് വേസ് പോകാനോ അല്ലെ ഇപ്പം ഉണ്ടോ ഈ ഏരിയ സപ്പോർട്ട് എടുത്തുകൊണ്ട് തന്നെ തിരിച്ച് മാർക്കറ്റ് ഈ ഏരിയയിൽ സ്ട്രോങ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഈ ഏരിയയിൽ പിന്നെയും ടൈം പാസ് ഒന്ന് താഴത്തോട്ട് ഇങ്ങനെ സ്പൈക്ക് കിട്ടാൻ നമുക്ക് വളരെയധികം സാധ്യതയുണ്ട്. അതർവൈസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നൊന്ന് പതുക്കെ ടൈം പാസ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തരും. ഓക്കെ, മുകളിലോട്ട് ബ്രേക്ക് ഔട്ട് തരുമ്പോൾ ഞാൻ ബാലൻസ് ക്വാണ്ടിറ്റി അവിടെ ആഡ് ചെയ്യും. താഴത്തോട്ട് സഡൻ ഫോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബിക്കോസ് ഈ ഒരു വോളിയം കണ്ടിട്ട് അല്ലെ ഇതിന് മുകളിൽ നിറയെ റീറ്റെയിലേഴ്സ് വന്നിട്ടുണ്ട്. അവരുടെ സ്റ്റോപ്പ് ലോസ് ഹണ്ട് ചെയ്യാനായിട്ട് ക്വിക്കായിട്ട് മാർക്കറ്റ് സഡൻ താഴ്ത്തു വരും. നമ്മുടെ ആദ്യത്തെ പ്ലാൻ എന്തായിരുന്നു? കോൾ സെയിലോട്. ആ കോൾ സെയിലുള്ള പ്ലാൻ ഞാൻ എന്തുകൊണ്ട് ഉപേക്ഷിച്ചു? ഞാൻ ഓൾറെഡി പറഞ്ഞു, പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇവർ
വളരെ ഫേവറിലി, അതായത് ഇവിടെ SL ഹണ്ട് ചെയ്യാതെ മുകളിലോട്ട് ഡയറക്റ്റ് ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ അവിടുന്ന് ബയേഴ്സ് ട്രാപ്പാകാൻ സാധ്യതയുണ്ട്. ഓക്കെ, വളരെ ശക്തമായിട്ട് തന്നെയാണ് മാർക്കറ്റ് താഴ്ത്തു വരുന്നത്. നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം. 11,000 നമ്മളിവിടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യാൻ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് എക്സിറ്റ് ചെയ്യാം. ഓക്കെ, നല്ലൊരു റിജക്ഷൻ പറഞ്ഞില്ല, ഈ ഏരിയയിൽ നല്ലൊരു ഇത് വന്നിട്ടുണ്ട്. SL ഹണ്ട്, നമ്മൾ ഈ ഒരു SL ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മുകളിലോട്ട് കാത്തിരുന്നത്. സോ നമ്മളവിടെ പൊസിഷൻസ് ഓക്കെ 8K ഓക്കെ 8K സിനഫ്. ഈ ഒരു മൂവായിരുന്നു ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചത്. മാർക്കറ്റ് ഇങ്ങനെ ഒന്ന് താഴത്ത് വരാൻ വളരെയധികം സാധ്യതയുണ്ട്. ഇനി ഇവിടെ നിന്ന് ബൈ ചെയ്ത് മേ ബി ഒന്ന് മാർക്കറ്റ് പുഷ് ചെയ്ത് മുകളിലോട്ട് പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. ഓക്കെ, നോക്കി നമുക്ക് ഈ വന്നൊരു മൂവ് കണ്ടില്ലേ, അപ്പോൾ നമ്മൾ ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്ത് വെറും നമ്മൾ 90 ക്വാണ്ടിറ്റി മാത്രമേ എടുക്കും. നമ്മൾ ഞാൻ ഒരു സാധാരണ എടുക്കുന്ന 130, 130, 120 ക്വാണ്ടിറ്റി ഒക്കെയാണ് എടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പൊസിഷൻ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 60 ക്വാണ്ടിറ്റി കൂടി ആഡ് ചെയ്യും. മാർക്കറ്റ് കണ്ടിന്യൂ താഴ്ത്ത് വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ റീസൺ നിങ്ങളിത് മനസ്സിലാക്കിയെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇതൊരു സൈക്കോളജിയാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ സൈക്കോളജിയാണ്. നമ്മൾ ഈ ഒരു ലെവലിലാണ് ആദ്യം ഇവിടുന്ന് ബൈ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നത്. നോക്കുക, ഞാൻ ഈ ഒരു ലെവൽ, ഈ ഒരു നിങ്ങളോട് ആദ്യം പറഞ്ഞു, ഈ ഒരു ഏരിയയിൽ നിന്ന് ഞാൻ ബൈ ചെയ്യും മുകളിലോട്ട്. അപ്പോൾ ഇതേപോലെ സ്പൈക്കാണ് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ചത്, പക്ഷെ വന്നില്ല. ഇത് മാർക്കറ്റ് ഡയറക്റ്റായിട്ട് ബ്രേക്ക് ചെയ്തതിന് പൊസിഷൻ സപ്പോർട്ടിൽ വരുന്നു, പിന്നെയും മുകളിലോട്ട് പോകുന്നു, പിന്നെയും സപ്പോർട്ടിൽ വരുന്നു, പിന്നെയും മുകളിലോട്ട് പോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഇവിടുന്ന് ഷോർട്ട് ചെയ്യേണ്ടത്. മാർക്കറ്റ് നമ്മുടെ ഫേവറിൽ നല്ല രീതിയിൽ തന്നെ വന്നു. ഏകദേശം നമ്മൾ 90 കൊണ്ടിട്ട് 100 പോയിൻറ്റിൻ്റെ പ്രീമിയം, ഇതേപോലുള്ള സാഹചര്യങ്ങളിൽ 100 പോയിൻറ്റിൻ്റെ പ്രീമിയം മാത്രം ക്യാച്ച് ചെയ്യാൻ ശ്രമിക്കുക. മാർക്കറ്റ് അൺസ്റ്റേബിളാണ്, ഏത് സൈഡിലോട്ട് വേണമെങ്കിലും മാർക്കറ്റ് മൂവ് ആകാം. അപ്പോൾ നമ്മുടെ ഒരു ഫേവറിൽ വന്നു. നിങ്ങൾ തന്നെ കണ്ടാണ് 12K30 കണ്ടു നമ്മൾ എത്ര എക്സിറ്റ് ചെയ്തത് 8,700 രൂപ. ഏകദേശം നമുക്ക് 100 പോയിൻറ്റ് പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല, നിയർലി 87 പോയിൻറ്റിൻ്റെ പ്രീമിയം ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, വേണ്ടതെല്ലാം നമ്മുടെ ഫേവറിൽ തന്നെ വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും വേറെ പൊസിഷൻസ് ഒന്നും ഇനി ഓവർ ട്രേഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ സിസ്റ്റം ഓഫ് ചെയ്യുകയാണ്. നമ്മുടെ ഫേവറിൽ മേ ബി മാർക്കറ്റ് നമ്മൾ അനുസരിച്ച് 1-2 വട്ടം വരാം എന്ന് പറഞ്ഞാൽ എപ്പോഴും മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ പോകരുത്. മാർക്കറ്റിനെ ജഡ്ജ് ചെയ്യാൻ പിന്നെയും പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രെഡിക്റ്റ് ചെയ്യാം, ഇങ്ങനെ വരാൻ സാധ്യതയാണ്. പക്ഷെ അത് വന്നെങ്കിൽ നമ്മൾ മിണ്ടാതിരിക്കുക, നമ്മുടെ ഫേവറിൽ വന്നതിനെ അക്സെപ്റ്റ് ചെയ്യുക, ഒഴിവായി പോകുക. അപ്പം നിങ്ങൾക്കിത് മനസ്സിലായി ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ട്രേഡിംഗ് സെറ്റപ്പ് എങ്ങനെയാണ്. ഞാൻ ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പാത്ത് ഏതെങ്കിലും ഒരു സൈഡിൽ അവർക്ക് നമ്മൾക്ക് ഒരു മാർക്ക് തന്നിട്ടുണ്ടാവും. അവർ എങ്ങനെയാണ് എൻട്രി എടുക്കുന്നത്, എവിടെയൊക്കെ അവർ ഏതൊക്കെ ഒരു പൊസിഷൻസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്, ഇതെല്ലാം അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ അതിനൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനനുസരിച്ച് ട്രേഡ് എടുക്കുക. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ അറിയിക്കുക എന്താണ് പ്രശ്നമെന്ന്. നിങ്ങൾക്ക് മനസ്സിലാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവർക്കും അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.